ഹലോ, ഞങ്ങൾ മൂന്നാളും കൂടെ സെൻട്രൽ മോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷോപ്പിങ്ങിനല്ല, സിനിമയ്ക്കല്ല, വെറുതെ ചുറ്റി അടിക്കുക, കുറച്ച് നേരം ഇരിക്കുക, വർത്തമാനം പറയുക, ഫുഡ് കഴിക്കുക, വീട്ടിൽ പോവുക. അപ്പോഴാണ് വാലന്റൈൻസ് ഡേയുടെ എന്തൊക്കെയോ തീമൊക്കെ റെഡിയാക്കിയത്. കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഈ വീഡിയോ അത്രയും പഴക്കമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ കുറേ ക്യാൻഡീസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും പറയും ഇത് വാങ്ങിത്തരുമെന്ന്. പക്ഷെ ഇത് വാങ്ങി കൊടുത്തിട്ടേ ഇല്ല. നല്ല സ്റ്റിക്ക് പോലത്തെ ക്യാൻഡിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏതെടുത്താലും 99 റുപ്പീസിൻ്റെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടോ. ലച്ചുതേ കാണിച്ചു തരാം. റെയിൻബോ കണ്ടെയ്നേഴ്സ്, ബോട്ടിൽസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ അധികം നോക്കാൻ നമ്മൾ നിന്നില്ല കേട്ടോ അവിടെ. പിന്നെ ഇതേ നല്ല ജഗ് സ്റ്റീലിൻ്റെ, ഇത് 99 അല്ല കേട്ടോ, അത് തുറക്കാൻ നോക്കണേ ലച്ചു. പിന്നെ ഇതേ കുട്ടി കുട്ടി ഇഡലി ഉണ്ടാക്കാൻ പറ്റിയ സ്റ്റാൻഡ്, വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ, എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി. പിന്നെ ലച്ചു കാണിച്ചു തന്ന കുറച്ച് സ്റ്റിക്കേഴ്സാണ്. പക്ഷെ കുറേ കളക്ഷനൊന്നുമില്ല, എന്നാലും ഉള്ളത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ലച്ചുവിന് സ്റ്റിക്കേഴ്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നല്ല ഭംഗിയുള്ള സ്മൈലി സ്റ്റിക്കേഴ്സ്, നമ്പേഴ്സിൻ്റെ 1 2 3 4 അങ്ങനത്തെ കുറേ സ്റ്റിക്കേഴ്സ്, സ്റ്റാർ സ്റ്റിക്കേഴ്സ്, കുറച്ച് ടെഡി, അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലച്ചു വേറെ ഒരെണ്ണം കാണിച്ചു തന്നാന്ന് വെച്ചാൽ ഇറേസേഴ്സാണ് കേട്ടോ, സ്പോർട്സിൻ്റെ. അത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ സിസേഴ്സ് ഇത് ലച്ചു വാങ്ങിയിട്ടുണ്ട്, ഞാൻ വീഡിയോയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതേ നമ്മൾ ചിക്കൻ കഴിക്കാമെന്ന് പറഞ്ഞതാ. പിന്നെ സേതുറമ്മന് ചിക്കൻ വേണ്ട, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് ഡൊമിനോസിൽ പോയി പിസ്സ കഴിച്ചു കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്.